വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വി എസ് അച്യുതാനന്ദന്റെ ജനപ്രീതി മുതലെടുക്കാൻ CPM നീക്കം. മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ മകൻ VA അരുൺകുമാറിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള സാധ്യതകളാണ് CPM നേതൃത്വത്തിൽ ചർച്ചയാകുന്നത്. ആലപ്പുഴ, പാലക്കാട് ജില്ലകളിൽ നിന്നാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ഉയർന്നത്. ഇത് സംബന്ധിച്ച വി എസിന്റെ കുടുംബവുമായി നേതൃത്വം പ്രാഥമിക തലത്തിൽ ആശയവിനിമയം നടത്തിയതായാണ് സൂചന. ആലപ്പുഴയിലെ കായംകുളം മണ്ഡലമോ VS അവസാനം പ്രതിദാനം ചെയ്ത പാലക്കാട് ജില്ലയിലെ മലമ്പുഴയോ ആണ് പരിഗണനയിലുള്ളത്. പാർട്ടിക്കപ്പുറം VS അച്യുതാനന്ദനുണ്ടായിരുന്ന വിപുലമായ ജനപിന്തുണ അരുൺകുമാറിലൂടെ വീണ്ടും അനുകൂലമാക്കുക എന്നതാണ് പാർട്ടിയുടെ പ്രധാന ലക്ഷ്യം. നിലവിൽ IHRD അസിസ്റ്റന്റ് ഡയറക്ടറായ അരുൺകുമാർ ഡയറക്ടറുടെ താൽക്കാലിക ചുമതലയും വഹിക്കുന്നുണ്ട്. ഉയർന്ന സർക്കാർ പദവിയായതിനാൽ മത്സരിക്കണമെങ്കിൽ അദ്ദേഹം രാജിവെക്കേണ്ടി വരും. അതോടൊപ്പം സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങണമെന്ന നിലപാടും പാർട്ടി നേതൃത്വം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പാർട്ടി അംഗത്വമില്ലെങ്കിലും അരുൺകുമാറിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ സാങ്കേതിക തടസ്സങ്ങളില്ല എന്നാണ് CPM വിലയിരുത്തൽ. മത്സരിച്ചാൽ VS ഫാക്ടർ തെരഞ്ഞെടുപ്പിൽ ഗുണകരമാകുമെന്ന കണക്കൂട്ടലിലാണ് നേതൃത്വം. തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിക്കും മുന്നണിക്കും നേരിട്ട തിരിച്ചടികൾ ഇത്തരം ജനപക്ഷ തീരുമാനങ്ങളിലൂടെ മറികടക്കാനാകുമെന്ന പ്രതീക്ഷയുമുണ്ട്. കായംകുളം മണ്ഡലത്തിലാണ് നിലവിൽ മുൻഗണന. പ്രതിഭ ഇതിനകം 2 തവണ MLA ആയതിനാൽ വീണ്ടും മത്സരിക്കണമെങ്കിൽ പ്രത്യേക ഇളവ് നൽകേണ്ട സാഹചര്യമുണ്ടാകും. അതേസമയം 2001 മുതൽ 2016 വരെ മലമ്പുഴ മണ്ഡലത്തിൽ നിന്നാണ് VS നിയമസഭയിൽ പ്രതിനിധാനം ചെയ്തത്. വാർത്തകൾ പ്രചരിക്കുന്നതായി കേട്ടിട്ടുണ്ടെന്നും എന്നാൽ ഇക്കാര്യത്തിൽ വ്യക്തമായ വിവരമൊന്നുമില്ലെന്നും അരുൺകുമാർ പ്രതികരിച്ചു. ഔദ്യോഗികമായി സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ആരംഭിച്ചിട്ടില്ലെങ്കിലും നേതൃതലത്തിൽ അനൌദ്യോഗിക ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന സൂചനകളുണ്ട്.